ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മഹത്വപ്രകാശമെന്ന് പറയുന്നത് യേശു കർത്താവ് ദൈവപുത്രനായിട്ട് ജനിക്കുമ്പോൾ വിദ്വാൻമാർ കാഴ്ചവെച്ച പൊന്നും മൂരും കുന്തിരുക്കവും അവൻ്റെ രാജകീയ പദവിയെ കാണിക്കുന്നതാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നക്ഷത്രം കണ്ടുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ സ്റ്റാർ കണ്ടുകൊണ്ട് സന്തോഷിച്ച് വളരെ കുഴപ്പങ്ങളും ഉണ്ടായി. ഒരു സ്റ്റാർ കണ്ട് സന്തോഷിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ആ ഒരു ദൈവപുത്രനെ നാം ലഭിച്ചല്ലോ, ഒരു രാജാവിനെ ലഭിച്ചല്ലോ. അതാണ് ആ പൊന്ന്. രാജകീയ പദവിയാണ്, പ്രൗഢിയാണ്. മൂര് യേശു കർത്താവിൻ്റെ വിശുദ്ധിയാണ്. മനുഷ്യനാണ്, അതേസമയം ദൈവവുമാണ്. വിശുദ്ധീകരണമാണ് കാണിക്കുന്നത്. കുന്തിരുക്കം തൻ്റെ മരണത്തിനു വേണ്ടി ഉള്ള ഒരുക്കമാണ്. അതിൻ്റെ വിശുദ്ധീകരണത്തിൻ്റെ അവസാനമായിട്ട് ഹിസ് ഡെത്ത് എംബാം ചെയ്ത് കുന്തിരുക്കത്തിൽ തന്നെ അടക്കുന്ന വലിയ വലിയ വിശുദ്ധന്മാരായിട്ടുള്ള ആളുകളുണ്ട്. ചില സഭാപിതാക്കന്മാരെയൊക്കെ അടക്കുന്നത് മുഴുവനായി കുന്തിരുക്കത്തിൽ നിറയ്ക്കുന്നത് മുഴുവൻ, കുഴി നിറയ്ക്കുന്നത് മുഴുവൻ ഇന്നും പാരമ്പര്യത്തിൽ അതുണ്ട്. അതുകൊണ്ട് ഏർലി ചർച്ച് ഫാദേഴ്സ്, നമ്മളെ പൂർവികർ മനസ്സിലാക്കിയ ആ ദൈവീയ സന്തോഷം, ഈ നക്ഷത്രം കണ്ടുകൊണ്ട് അവർ സന്തോഷിച്ചപ്പോൾ അവരിത് ദാനം ചെയ്യുമ്പോൾ ആ സന്തോഷത്തോടൊപ്പം തന്നെ അവൻ രാജാവാണ്, അതുകൊണ്ടാണ് സന്തോഷിച്ചത്. അവൻ വിശുദ്ധനാണ്. അതുമാത്രമല്ല, അവൻ മരിക്കാൻ തയ്യാറായി ഭൂമിയിൽ വന്ന് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വരുന്ന രാജാവാണ്. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ മഹത്വപ്രകാശം ഞങ്ങൾക്കും ഈ നക്ഷത്രം കാണുവാൻ സഹായിക്കണം. ഈ സ്വഭാവം ഞങ്ങളിലേക്ക് വരുവാൻ, ഈ രാജാവിൻ്റെ മക്കളായ ഞങ്ങൾക്ക് ആ രാജസന്തതി എന്നുള്ള വലിയ അവകാശം ഉണ്ടല്ലോ. കർത്താവേ, ഞങ്ങളിൽ വിശുദ്ധീകരണം ഉണ്ടായിരിക്കണമേ. ഞങ്ങൾക്ക് മരണമുണ്ടെന്നാൽ വിശുദ്ധീകരിക്കപ്പെട്ട് മരണപ്പെട്ട് ഞങ്ങളെ ആത്മാവസ്വർഗത്തിൽ വസിക്കുവാൻ സഹായിക്കണം. കർത്താവേ, കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ കൃപ ഇന്നത്തെ ദിവസം നൽകണം. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ, വിവിധ ചാനലുകളിലൂടെ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകൾ, ജയിലുകളിൽ കഴിയുന്നവർ, ബെഡിഡനായിട്ടുള്ളവർ, വിശ്രമജീവിതം നയിക്കുന്നവർ, റിപ്പയർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് എല്ലാവർക്കും ഒരുപോലെ കൃപ ചെയ്ത് ദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്താൽ നിന്റെ മക്കൾ ശക്തി പ്രാപിക്കുവാൻ സഹായിക്കണം. ഞങ്ങളെ തന്നെ പൂർണ്ണ രൂപത്തിലെടുക്കുവാൻ കർത്താവായ യേശു കർത്താവിൻ്റെ ആ രാജകീയ അനുഭവം ഞങ്ങൾക്ക് തരണമേ. ഇത് കേൾക്കുന്നവർക്ക് തരണമേ. യേശുവെ നന്ദി, യേശു സ്തോത്രം, യേശു ആരാധന, യേശു മഹത്വം, യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമീൻ. ഗോഡ് ബ്ലസ് യു. തീരാത്ത കനിവിന്റെ കനലാണു തീക്കനൽ, അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ